പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഫെബ്രുവരി മാസം 15-ാം തീയതി രാവിലെ കർത്താവിൻ്റെ വചനവുമായി ലൈവിൽ വരുവാൻ സ്വർഗം ഒരുക്കിയ നല്ല അവസര പദവികൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഒരു പ്രവചനം നമ്മളെക്കുറിച്ചുള്ള ഒരു ആലോചനകൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള ആലോചനകൾ, നമ്മുടെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ആലോചനകൾ കേൾക്കാൻ കൊതിക്കുന്നവരും, പ്രൈസ് ഗോഡ്, അതിനുവേണ്ടി പ്രവാചക ഗണത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നവരാണ് നമ്മൾ, പ്രൈസ് ഗോഡ്. എന്നാൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില പ്രൊഫറ്റിക്കൽ ശബ്ദങ്ങൾ, ചില പ്രവചന ദൂതുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് പകരാൻ പോവുകയാണ്. അതിലേക്ക് ദൈവിക തിരുവചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് അടിയോട് സംസാരിക്കുകയും ആത്മീയ സത്യങ്ങളും ആത്മീയ മർമ്മങ്ങളും പരിശുദ്ധാത്മാവിൽ നിങ്ങളുമായി ഒന്ന് പങ്കുവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവസഭയെ പ്രവാചക ശുശ്രൂഷകൾ അല്ലെങ്കിൽ പ്രവാചകന്മാരാണ് മുൻപോട്ട് നയിക്കുന്നത്. ഒരു സമൂഹത്തെ ക്രിസ്തുവിൽ പണിയപ്പെടുത്തുന്നത് പ്രവാചകന്മാരാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് തന്നെ പ്രവചന ശുശ്രൂഷകൾ കൊതിക്കുവാൻ, പ്രവചന ശുശ്രൂഷകൾ വാഞ്ചിക്കുവാൻ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ദൈവാലോചന ജനത്തോട് കൈമാറുന്ന, അല്ലെങ്കിൽ ജനത്തോട് പറയുന്ന ഒരു അതിമഹത്വമായ ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ആലോചന കേട്ട്, അത് ദൈവവുമായി പ്രവാചകൻ സ്തോത്രം ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനത്തോട് കൈമാറുന്ന ഒരു മഹത്വമേറിയ ശുശ്രൂഷയാണ് പ്രവചനം. അതുകൊണ്ട് പ്രവചനം കേൾക്കാൻ എല്ലാവർക്കും കൊതിയാണ്. പ്രവചനം കേൾക്കാൻ നമ്മൾ പ്രവാചകന്മാരുടെ അടുക്കൽ പോകാറുണ്ട്. പ്രവചനത്തിനു വേണ്ടി, ദൈവശബ്ദത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും കൊതിക്കുകയും ചെയ്യാറുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രവചനമാണ് ഒരു സമൂഹത്തെ, ദൈവത്തിൽ നിന്ന് പ്രവചനമാണ് ഒരു സഭയെ ആമേൻ ബിൽഡപ്പ് ആക്കുന്നത്, പണിയിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് മാത്രമേ പ്രവചനം ഉരുവിടാവൂ, പ്രവചനം പറയാവൂ. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്, ഒരു പ്രൊഫറ്റിക്കൽ ദൂതാണ്. അത് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. പ്രൈസ് ഗോഡ്. തേരഹിന്റെ വീട്ടിൽ തേരഹിനാൽ ജനിക്കപ്പെട്ട ദൈവത്തിന് വെറുപ്പായി തോന്നുന്ന ഒരു സമൂഹത്തിൽ, ദൈവത്തിന് അറപ്പായി തോന്നുന്ന സിറ്റുവേഷനിൽ ആണ് അബ്രഹാം ജനിക്കപ്പെടുന്നത്. കർത്താവിന് അറപ്പാകുന്നതും വെറുപ്പാകുന്നതും വിഗ്രഹാരാധനയാണ്. അതുകൊണ്ട് തന്നെ അബ്രഹാം വിഗ്രഹാരാധനയിൽ, വിഗ്രഹം പണിയുന്ന ഫാമിലിയിൽ ആണ് അബ്രഹാം ജനിക്കുന്നത്. ദൈവത്തിന് അറപ്പായി തോന്നുന്ന, ദൈവത്തിന് വെറുപ്പായി തോന്നുന്ന, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, ഹല്ലേലൂയ, ആ സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിന്നും ദൈവത്തിന് ഇഷ്ടമെന്ന് തോന്നിയ, ദൈവത്തിന് പ്രിയമെന്ന് തോന്നിയ അബ്രഹാമിനെ വിളിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തിടത്ത്, ദൈവത്തിന് പ്രിയമല്ലാത്തിടത്ത്, ദൈവത്തിൻ്റെ വിളിയുള്ള, ദൈവത്തിൻ്റെ കോളിംഗ് ഉള്ള, പ്രൈസ് ഗോഡ്, ദൈവത്താൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി
ആ അന്തരീക്ഷത്തിൽ നിന്നാൽ ദൈവം അദ്ദേഹത്തെ, ആ വ്യക്തിയെ അവിടെ നിന്നും മാറ്റും. പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ദൈവത്തിന് അറപ്പാണെന്നും തോന്നുന്നതുമായ ഇടത്തു നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളെ പറിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ തേരഹിന്റെ ഭവനത്തിൽ നിന്നും ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദം അബ്രഹാം കേൾക്കുകയാണ്. പ്രൈസ് ഗോഡ്. നീ വളർത്തപ്പെട്ട, നീ ജനിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ദൈവശബ്ദത്തിലൂടെ തന്നെ അബ്രഹാമിനോട് പറയുകയാണ്, നീ അതിൽ നിന്നും പുറത്തു വരണം. പ്രൈസ് ഗോഡ്. പ്രവചനം റൈറ്റ് ആയിരുന്നു, പ്രവചന സത്യമായിരുന്നു, പ്രവചനമാണ് അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ അനുസരിക്കുക, അതിൽ നിന്നും പറഞ്ഞു വരിക എന്ന ഉത്തരവാദിത്തം അബ്രഹാമിന്റെ മേൽ ദൈവം പരമേൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രവചനം റൈറ്റ് ആണ്, പ്രവചനം ദൈവത്താൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷേ അനുസരിക്കുക എന്നുള്ളത് പ്രൈസ് ഗോഡ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രൈസ് ഗോഡ്. വിഗ്രഹത്തിൽ നിന്നും വിഗ്രഹമില്ലാത്തൊരു അന്തരീക്ഷം, ദൈവം ഉണ്ടെന്ന് വിശ്വാസത്താൽ ഗ്രഹിച്ച് ആ ദൈവത്തിൻ്റെ തിരുമുഖത്ത് വരുന്നൊരു അന്തരീക്ഷം. പ്രൈസ് ഗോഡ്. അതുവരെയും കാണപ്പെടാത്ത, അതുവരെയും ചിന്തിക്കാത്ത, അങ്ങനൊരു അന്തരീക്ഷം വെളിപ്പെടാത്ത സാഹചര്യത്തിൻ്റെ അകത്ത് അബ്രഹാമിനെ നോക്കി യഹോവ വെളിപ്പെട്ട് ദൈവശബ്ദത്തിലേക്ക് അവനോട് പറയുകയാണ്, നീ വിഗ്രഹം വിടണം, നീ ചാർച്ചക്കാരെ വിടണം, നീ പൃഥുഭവനം വിടണം, നീ താമസിക്കുന്ന, നീ വളർത്തപ്പെട്ട, ജനിക്കപ്പെട്ട സകല അന്തരീക്ഷത്തെയും വിട്ട് നീ പുറത്തു വരണം. ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദമാണ്. അനുസരിക്കാൻ, വിധേയപ്പെടുത്തി കൊടുക്കാൻ അബ്രഹാം അവൻ ആഗ്രഹിച്ചപ്പോൾ, അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ, സ്തോത്രം, അബ്രഹാമിൽ നിന്നും ഒരു ജനറേഷൻ പുറത്തു വരികയാണ്. ഇസഹാക്ക് പുറത്തു വന്നു, യാക്കോബ് പുറത്തു വന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ നീണ്ട നിര തന്നെ ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രയോജനപ്പെടാൻ പുറത്തു വരികയാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്തിടത്ത്, ദൈവത്തിന് അറപ്പായി തോന്നുന്നിടത്ത്, ദൈവത്തിന് വെറുപ്പായി തോന്നുന്ന അന്തരീക്ഷത്തിൽ വിളിയുള്ളവൻ, ശുശ്രൂഷയുള്ളവൻ ഹല്ലേലൂയ നിന്നാൽ, നിന്നിൽ നിന്നും ഒരു സമൂഹം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട ഒരു സമൂഹം നിന്നിൽ നിന്നും പുറത്തു വരുവാൻ താമസപ്പെടും, നിന്നിൽ നിന്നും പുറത്തു വരുവാൻ സ്ട്രെയിൻ അനുഭവിക്കും. അതുകൊണ്ട് നീ വിളിയുള്ളവനാണ്, നീ ഭയങ്കര അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നീ അതിൽ നിന്നും, ആ അന്തരീക്ഷത്തിൽ നീ പുറത്തു വരണം. പ്രൈസ് ഗോഡ്. അബ്രഹാം പുറത്തു വന്നു, അവനിൽ നിന്നും ഒരു അന്തരീക്ഷം തുറക്കുകയാണ്. പ്രൈസ് ഗോഡ്. നടന്നിട്ടില്ലാത്തതും കണ്ണുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റാത്തതുമായ ഒരു അന്തരീക്ഷത്തിൻ്റെ അകത്തേക്ക് യഹോവയായ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ കേട്ടോ, ദൈവശബ്ദമാണോ കേൾക്കുന്നത്, ദൈവിക പ്രവചനമാണോ നീ ഇതുവരെയും കേട്ടത്? അത് നടക്കാൻ സാധ്യതയുള്ളതാണ്. പ്രൈസ് ഗോഡ്. അത് നിന്നിൽ സംഭവിക്കും. പ്രൈസ് ഗോഡ്. അത് നിന്നിൽ നിന്നും അത് പുറത്തു വരും. പ്രൈസ് ഗോഡ്. നീ അത് കാണുവാൻ പോകുകയാണ്, നീ അനുഭവിക്കാൻ പോകുകയാണ്. നീ അതിനുവേണ്ടി കൊതിക്കണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. അത് നീ ആഗ്രഹിക്കണം. നിന്നിൽ നിന്ന് വലിയൊരു നന്മ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രവചനം ദൈവത്തിൽ ഉള്ളതാണ്. ഈ പ്രവചനം കേൾക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷം, നമ്മൾ നിൽക്കുന്ന ബന്ധങ്ങൾ, നമ്മൾ നിൽക്കുന്ന സ്തോത്രം ഫാമിലി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണോ എന്ന് ചിന്തിച്ച്, പ്രൈസ് ഗോഡ്, അനുഗ്രഹിക്കപ്പെട്ടതല്ല, അന്തരീക്ഷം ദൈവത്തിന് വെറുപ്പാണെന്ന് തോന്നിയാൽ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കുവാൻ പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രവചനം എപ്പോഴും ദൈവത്തിൽ നിന്നുള്ളതാണ്. പ്രവചനം എപ്പോഴും ദൈവത്താൽ വരുന്നതാണ്. പ്രൈസ് ഗോഡ്. അപ്പോസ്തലനായ പൗലോസ്
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാം അധ്യായത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ചില മിനിറ്റുകൾ മാത്രം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 14-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനവും 2-ാമത്തെ വചനവും 3-ാമത്തെ വചനവുമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് അല്പനേരം ഒരു പ്രൊഫറ്റിക്കൽ വേർഡ്, ഒരു പ്രൊഫറ്റിക്കൽ തലമായി പരിശുദ്ധാത്മാവ് എന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ പൗലോസ് കൊരിന്തിലുള്ള ദൈവമക്കളോട് സംസാരിക്കുന്ന വചനം: സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും പ്രൈസ് ഗോഡ് വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതിൻ്റെ 2-ാമത്തെ വചനം: അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യനോടല്ല, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 3-ാമത്തെ വചനം: പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഒരു പ്രവചനം ദൈവത്തിൽ നിന്ന് വരുന്നത് ആശ്വാസത്തിനായിട്ടാണ്, പ്രബോധനത്തിനാണ്. ഹല്ലേലൂയ. ആത്മീയ മർമ്മങ്ങളെ ഹല്ലേലൂയ സ്തോത്രം പ്രഖ്യാപിക്കുന്നതാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, ദൈവസഭയെ ബിൽഡപ്പ് ആക്കുന്നത്, ഒരു ദൈവദാസനെ നിലനിർത്തുന്നത്, ഒരു ദൈവ ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവസന്നിധിയിൽ ഇരുത്തുന്നത് പ്രവചനമാണ്. പ്രൈസ് ഗോഡ്. എന്നിൽ കേൾക്കുന്ന ദൈവദാസനെ ഇതുവരെ നിന്നെ നിർത്തിയത്, ഇതുവരെ നിന്നെ നീ വീണു പോകാതെ, നീ ഉടഞ്ഞു പോകാതെ, നീ പിന്മാറ്റത്തിൽ പോകാതെ ഈ നിമിഷം വരെ നിന്നത് നിമിഷം വരെ നിർത്തിയത് പ്രവചനമാണ്. പ്രൈസ് ഗോഡ്. നമുക്ക് വീണു പോകാൻ സാധ്യതകൾ ഉണ്ടായിരുന്നു, പിന്മാറിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പല ബന്ധത്തിൻ്റെ അകത്തും വീണു പോകാനുള്ള സകല സമയങ്ങളും ഒത്തു വന്നതാണ്. പക്ഷേ അതിൽ നിന്നും വീണു പോകാതെ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, ആ സിറ്റുവേഷനിൽ നമ്മൾ അടിയറ വെക്കാതെ ഇതുവരെയും ദൈവകൃപയാൽ നിന്നത് ദൈവത്തിൻ്റെ പ്രവചനമാണ്. പ്രൈസ് ഗോഡ്. ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നായിരുന്നു, തടസ്സങ്ങളെല്ലാം നേരിട്ടായിരുന്നു, പ്രതിസന്ധികളെല്ലാം വേണ്ട, വിശ്വാസത്തിൻ്റെ അകത്ത് നിൽക്കണ്ട, ഓടിയേക്കാം എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ പലപ്പോഴുമായിട്ട് സംസാരിച്ചതായിരുന്നു. പക്ഷേ മുൻകാലങ്ങളിൽ കേട്ട ദൈവശബ്ദമാണ്, മുൻകാലങ്ങളിൽ നമ്മോട് അറിയിച്ച ദൈവത്തിൻ്റെ പ്രവചനമാണ് നമ്മെ ഇതുവരെയും ആത്മാവിൽ അഭിഷേകത്തോടെ നമ്മെ നിലനിർത്തിയത്. പ്രൈസ് ഗോഡ്. അപ്പൊ പ്രവചനത്തിന് ദൈവ ശുശ്രൂഷയ്ക്കകത്ത് വലിയ മുൻതൂക്കമുണ്ട്. പ്രവചനത്തിന് ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ അതിമഹത്തമായ ശുശ്രൂഷയുണ്ട്. ദൈവസഭയെയും ദൈവ കുടുംബങ്ങളെയും ഒരുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ പ്രവചനമാണ്. ഈ പ്രഭാതത്തിലും അതേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കട്ടെ. നിങ്ങൾ തളരത്തില്ല, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല. വലിയൊരു നന്മയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും, ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിലനിൽക്കും, വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരമായി നിൽക്കും. വലിയ നന്മകൾ നിങ്ങളെ നോക്കി വരാനുണ്ട്. ഒരു പ്രൊഫറ്റിക്കൽ വേളാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ അകത്ത് ഓടിയവരും ദൈവശബ്ദം കേട്ട് ഇറങ്ങിയവരെല്ലാം പിന്മാറ്റത്തിലും പാപത്തിൻ്റെ ജഡമോഹങ്ങളിലും വിളയാട്ടം നടത്തുമ്പോൾ പ്രൈസ് ഗോഡ് മുൻകാലങ്ങളിൽ കേട്ട പ്രവചന ശബ്ദം എന്നിലേക്ക് നിറവേറി വരുമെന്നുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത കൊണ്ട് നിൽക്കുന്ന ദൈവദാസനെ, നിങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിങ്ങൾ തളരാതെയും ഉടയാതെയും നിലനിന്നു. ഒരു പ്രൊഫറ്റിക്കൽ ശബ്ദം നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. പൗലോസ് ഒരു ദൈവസഭ ചിന്നാഭിന്നമായി പോയപ്പോൾ, ഒരു ദൈവസഭ സ്തോത്രം
ആമേൻ, പാപത്തിന്റെ അല്ലെങ്കിൽ പാപസ്വഭാവങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ ആമേൻ, ദൈവസഭയെ നേരോടെ നിലനിർത്തേണ്ട, ദൈവസഭയെ ആത്മാഭിഷേകത്തോടെ നിലനിർത്തേണ്ട, ദൈവസഭയെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ട അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുന്നു, ഉടഞ്ഞു പോകരുത്, തകർന്നു പോകരുത്. അന്യഭാഷയിൽ തന്നെ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കണം. ഒരു പ്രൊഫറ്റിക്കൽ കൃപാവരം നിങ്ങളുടെ മേൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അതൊരു പ്രവചനമാണ്. പ്രവാചകന്മാർ ഒന്നും കൂടി എഴുന്നേൽക്കാൻ പോവുകയാണ്. പ്രവാചകന്മാർ ഒന്നും കൂടി ഹല്ലേലൂയ ഉണരാൻ പോവുകയാണ്. പ്രവാചകന്മാർ കാലഘട്ടത്തെ നോക്കി, കാലാവസ്ഥയെ നോക്കി, ജനത്തെ നോക്കി, രാജ്യങ്ങളെ നോക്കി പ്രവചിക്കേണ്ട പ്രവാചകന്മാർ ദൈവസഭയിൽ എഴുന്നേൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കേണ്ട ഭാഷകൾ നിങ്ങൾ സംസാരിച്ചോണം. ചില മർമ്മങ്ങളെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരുടെ അതിരത്തിൽ തരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഈ പ്രഭാതത്തിലും പറയാൻ അതിമഹത്തമായ ദൂതുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്നത് നിർത്തരുത്. ദൈവത്തോട് സംസാരിക്കേണ്ടത് ഹല്ലേലൂയ നിർത്താൻ കൊതിക്കരുത്. ദൈവത്തോട് സംസാരിക്കുന്നത് നിരന്തരം സംസാരിച്ചോണം. ഒരു പ്രൊഫറ്റിക്കൽ തല നിങ്ങളെ നോക്കി തുറക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മർമ്മങ്ങൾ നിങ്ങളോട് അറിയിക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം നിങ്ങളോട് അറിയിക്കുവാൻ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഒരു പ്രവചനം പരിശുദ്ധാത്മാവ് തുറക്കുന്നത് സ്നേഹത്തിലൂടെയാണ്, ഉത്സാഹത്തിലൂടെയാണ്. പ്രൈസ് ഗോഡ്. സ്നേഹത്തിലൂടെയും ഉത്സാഹത്തിലൂടെയും ഒരു പ്രവചനം തുറക്കുകയാണ്. പൗലോസ് അതാ പറയുന്നത്, സ്നേഹം ആചരിപ്പിൻ, ഉത്സാഹിപ്പിൻ, ആത്മീയ വരങ്ങൾക്ക് വേണ്ടി കൊതിപ്പിൻ, വാഞ്ചിപ്പിൻ. പ്രിയരെ, പ്രവചനത്തെ ആരും തുച്ഛീകരിക്കരുത്. വിശുദ്ധ വചനം, നിങ്ങളൊരു പ്രവചനത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ, ഒരു പ്രവചനത്തിലാണ് ഇതുവരെ നിൽക്കുന്നതെങ്കിൽ, റൈറ്റ്, ഇതുവരെ നമ്മൾ നിൽക്കുന്നത് പ്രവചനത്തിലാണ്. ഇന്നലകളിൽ കേട്ട ദൈവശബ്ദം, ഇന്നലകളിൽ കേട്ട ദൈവദാസന്മാരുടെ ദൂത്, ഇന്നലകളിൽ കേട്ട ദൈവവചനത്തിന്റെ വെളിപ്പാടിന്റെ അകത്ത് നമ്മൾ ഇന്ന് ജീവിക്കുക. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, പ്രവചന വരങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ വാഞ്ചിക്കണം. പ്രൈസ് ഗോഡ്. കൊതിക്കണം. പ്രൈസ് ഗോഡ്. കൊതിക്കുന്നവരുടെ മേൽ, വാഞ്ച ഉള്ളവരുടെ അകത്തേക്കിടുന്ന ഒരു അതിമഹത്തമായ വരമാണ് പ്രവചനം. പ്രൈസ് ഗോഡ്. അത് കൊതിക്കും തോറും കിട്ടുന്നതാണ് പ്രവചനം. ആമേൻ. രാജ്യങ്ങളെയും പ്രഭുക്കന്മാരെയും വ്യക്തികളെയും സഭയെ നോക്കി പ്രവചിക്കുവാൻ പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ ഇനിയും വേണമെന്ന് പരിശുദ്ധാത്മാവ് ഈ ദൂതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. പൗലോസ് പറയാണ്, ഒരു ദൈവസഭയെ ബിൽഡപ്പ് ആക്കുന്നത്, ഒരു ദൈവസഭയെ അടിസ്ഥാനമിട്ട് ഉറപ്പിക്കുന്നത്, ഒരു ദൈവസഭയെ ആത്മാവിൽ ഉയർത്തേണ്ടതിന് നിലനിർത്തുന്നത് പ്രവാചകന്മാരാണ്. അതുകൊണ്ട് പ്രവചനത്തെ നിങ്ങൾ വാഞ്ചിക്കണം. പ്രൈസ് ഗോഡ്. പ്രിയരെ, പ്രവചനത്തെ നിങ്ങൾ ആഗ്രഹിക്കണം കേട്ടോ. ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവിൽ എഴുന്നേൽപ്പിക്കുവാൻ നിങ്ങൾ പ്രവചനത്തെ ആഗ്രഹിക്കണം. വേണ്ട, നിങ്ങളുടെ തലമുറയെപ്പോലും ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിലനിർത്താൻ നിങ്ങൾ തലമുറകളെ നോക്കി പ്രവചിക്കണം. കുടുംബത്തെ നോക്കി പ്രവചിക്കണം. നിങ്ങളുടെ ജോലിയെ നോക്കി പ്രവചിക്കണം. നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി പ്രവചിക്കണം. ഹല്ലേലൂയ. പ്രവചനം ആഗ്രഹിക്കുന്നവരുടെ അകത്ത് നിന്നും ഒഴുകുന്നതാണ്. പ്രൈസ് ഗോഡ്. പ്രവചനം ആഗ്രഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു വരുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവസഭ ഇതുവരെയും പോയ പ്രതികൂലങ്ങളും സാഹചര്യങ്ങളും അതിലേക്ക് ഇനിയും വീണു പോകാതെ അതിൽ നിന്നും ഒരു പറ്റം ജനത്തെ ആത്മതേജസ്സോടെ ഉയർത്തപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ ശുശ്രൂഷയാകുന്ന പ്രവചനത്തിന്റെ തലം പരിശുദ്ധാത്മാവിൽ ആഗ്രഹിച്ചുകൊണ്ട് ഒരു കൂട്ടത്തെ ആത്മതലത്തിലേക്ക് ഉയർത്തപ്പെടുത്തേണ്ടതിന്, ആത്മാവിൽ പണിയപ്പെടുത്തേണ്ടതിന്, ഒരു കൂട്ടം തലമുറകളെ ദൈവരാജ്യത്തിന്റെ അകത്ത് നിലനിർത്തേണ്ട പ്രഭാതത്തിൽ ഓർമ്മപ്പെടുന്നു. തലം തുറക്കണം. പരിശുദ്ധാത്മാവിന്റെ തലം തുറക്കപ്പെടണം. ആത്മാവിന്റെ അഭിഷേകവും പ്രവചന തലവും നമ്മിൽ നിന്നും വെളിപ്പെട്ടു വരണം. ഇതുവരെ നമ്മൾ പോകുന്നതും ഇതുവരെ നമ്മൾ നിലനിൽക്കുന്നതെല്ലാം പ്രവചനത്തിന്റെ ഹല്ലേലൂയ ദൂതിന്റെ അകത്താണ്. അതുകൊണ്ട് വിശുദ്ധ
പ്രവചനത്തെ നിങ്ങൾ കൊതിക്കണം. പ്രവചനത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾ കൊതിക്കണം. പ്രിയ, അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കണമെങ്കിൽ നമ്മൾ ദൈവമഹത്വത്തിന്റെ അകത്ത്, ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് നമ്മൾ വാശിയുള്ളവരാകണം. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ എരിവുള്ളവരാകണം. ഓ, എന്ത് മഹത്വമേറിയ വേട! ഹല്ലേലൂയ! നിങ്ങൾ തീഷ്ണതയുള്ളവരാകണം, സ്ഥിരതയുള്ളവരാകണം, ഘനശാലികളാകണം. പൗലോസിന്റെ ഭാഷ ഇതൊക്കെ. ഹല്ലേലൂയ! ഉടഞ്ഞു പോകാൻ, വീണു പോകാൻ, നമ്മളെ വിശ്വാസത്തിന്റെ അന്തരീക്ഷം വിട്ട് പാപത്തിന്റെ അല്ലെങ്കിൽ പിശാചിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഊടാടി സഞ്ചരിക്കുന്ന അന്തരീക്ഷങ്ങൾ ഒട്ടനവധി ഉണ്ട്. പക്ഷേ വിശുദ്ധ പൗലോസ് ദൈവസഭയെ നോക്കി പറയുന്നു, അതൊന്നുമല്ല. നിങ്ങൾ പ്രവചനത്തെ നിങ്ങൾ വാഞ്ചിക്കണം, പ്രവചനത്തെ നിങ്ങൾ കൊതിക്കണം, പ്രവചനത്തെ നിങ്ങൾ. സഭയെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് നിലനിർത്തിയാണ്. പൗലോസ് പറയാണ്, ഒരു മനുഷ്യൻ, ഒരു സഭ കൃപാവരത്തിൻ്റെ അകത്ത് ഉണരുമ്പോൾ, കൃപാവരത്തിൻ്റെ അകത്ത് നിറയുമ്പോൾ ആത്മീയ മർമ്മങ്ങൾ അവർ പ്രസ്താവിക്കും. പ്രൈസ് ഗോഡ്. ഒരു പ്രവാചകൻ ഗണത്തിൻ്റെ അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ റൂട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ കൃപാവരത്തെ വാഞ്ചിച്ച് അന്യഭാഷയ്ക്കകത്ത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരു പ്രവചന തലം തുറക്കുക മാത്രമല്ല, സ്വർഗത്തിലെ മർമ്മങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കും. ജീസസ്, ഹല്ലേലൂയ! ഇതൊക്കെ ചിന്തിക്കാൻ പോയാൽ, സ്തോത്രം, നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ വെളിപ്പാടാണ് പൗലോസ് അവിടെ വിളിച്ചു പറയുന്നത്. ആമേൻ. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഭാഷ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, പ്രൈസ് ഗോഡ്, നിങ്ങൾ ആത്മീയ മർമ്മങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, സംസാരിക്കുകയാണ്. പ്രിയരെ, സ്വർഗീയ മഹിമകളുടെ മർമ്മങ്ങൾ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഒരു പ്രവാചകന് പറയാൻ പറ്റുമെന്ന്, കൊതിക്കുന്നവന് പറയാൻ പറ്റുമെന്ന്, വാഞ്ചയുള്ളവന് പറയാൻ പറ്റുമെന്ന്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് മാത്രം അറിയാവുന്ന മർമ്മങ്ങൾ, ദൈവത്തിൻ്റെ മാത്രം രഹസ്യമാകുന്ന മർമ്മങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്ന പ്രവചനവരമുള്ള ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരുവന് പ്രഖ്യാപിക്കപ്പെടുകയാണ് സ്വർഗീയ മർമ്മങ്ങൾ. ഹല്ലേലൂയ! അതുകൊണ്ട് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഹല്ലേലൂയ നിലനിർത്തുന്നത് പ്രവചനമാണ്. ഹല്ലേലൂയ! അതുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ അകത്ത് ജീവിക്കുക, ദൈവരാജ്യത്തിൻ്റെ അകത്ത് ജീവിക്കുക, ദൈവകൃപാവരത്തിൻ്റെ അകത്ത് ജീവിക്കുക. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നതാണ് കൃപാവരങ്ങൾ, ആഗ്രഹിക്കുന്നത് കിട്ടുന്നതാണ് സ്വർഗീയ മർമ്മങ്ങൾ. കൊതിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൈമാറുന്നതാണ് ദൈവിക വരങ്ങൾ. ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ മർമ്മത്തെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതാണ്. ഇന്ന് പ്രഭാതത്തിൽ ചില മർമ്മത്തെ നീ ആഗ്രഹിക്കണം, കൃപാവരത്തെ നീ കൊതിക്കണം, പ്രവചനത്തെ നീ വാഞ്ചിക്കണം, ദൈവത്തിന്റെ ശുശ്രൂഷയെ നീ കൊതിയുള്ളതാക്കി മാറ്റണം. അത് നിന്റെ ജീവിതമാക്കി മാറ്റണം, അത് നിന്റെ ക്ലൈമറ്റാക്കി മാറ്റണം, അത് നിന്റെ രക്തമാക്കി മാറ്റണം, അത് നിന്റെ ജോലിയാക്കി മാറ്റണം. നീ എങ്ങനെയൊക്കെ ദൈവരാജ്യത്തിന്റെ അകത്ത് കൊതിക്കാനും ആഗ്രഹിക്കുന്നോ, നീ എങ്ങനെയൊക്കെ ആ ദൈവരാജ്യത്തിന്റെ അകത്ത് ജീവിക്കാൻ കൊതിക്കുന്നു, അത് നിന്നിൽ നിറയപ്പെടാൻ നീ അതിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ഗോഡ്. പൗലോസ് അതാ പറയുന്നത്. ഒരു സഭയെ ബിൽഡപ്പ് ആക്കുന്നത്, ഒരു സഭയെ പണിയപ്പെടുന്നത് ദൈവത്തിന്റെ പ്രവാചകന്മാരാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ! പഴയ നിയമത്തിന്റെ അകത്ത് ഒരു പ്രവാചകനെ പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിക്കുക. ഒരു കുന്നുംപുറത്ത് വെച്ചാണ് ഈ പ്രവാചകനെ വിളിക്കുന്നത്. ഒരു തീയുടെ അല്ലെങ്കിൽ ഒരു മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ പ്രവാചകനെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്നത്. തീ കാണിച്ച്, തീയുടെ ശബ്ദം കാണിച്ച് ഹോറേബിന്റെ പർവ്വതത്തിൽ വെച്ച് മോശ എന്ന് പറയുന്ന പ്രവാചകനെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുമ്പോൾ ബലഹീനതയുള്ള, കഴിവില്ലാത്ത, സംസാരിക്കാൻ ത്രാണിയില്ലാത്ത ഈ മോശയെ ദൈവം കാണുന്നത് പ്രവാചകനായിട്ടാണ്. നിന്നിൽ ഒത്തിരി ബലഹീനത കാണാം, നിന്നിൽ ഒത്തിരി പോരായ്മകൾ കാണാം. പക്ഷേ
പക്ഷേ കർത്താവ് അത് വകവെക്കുന്നില്ല. കർത്താവ് അത് വകവെക്കുന്നില്ല. സംസാരിക്കാൻ അവൻ ഒട്ടും കഴിവില്ലാത്തവനായ മോശയെ കാണുന്ന ഒരു പ്രവാചകനായിട്ടാണ്. മോശ തിരിച്ച് പരിഭവങ്ങൾ പറയുകയാണ്, എനിക്ക് കഴിവില്ല, എൻ്റെ നാവ് തടിച്ചതാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. പക്ഷെ കർത്താവ് അവൻ്റെ ബലഹീനതയല്ല നോക്കിയത്, അവൻ്റെ അകത്ത് കിടക്കുന്ന പ്രവചനത്തെ നോക്കി. പ്രൈസ് ഗോഡ്. ദൈവം നിന്റെ ബലഹീനതയെ നോക്കുന്ന, അല്ലെങ്കിൽ നിന്റെ പരാതികളും പരിഭവങ്ങളും നോക്കുന്ന കർത്താവല്ല. നിന്റെ അകത്ത് കിടക്കുന്ന വിളി, നിന്റെ അകത്ത് കിടക്കുന്ന കോളിങ്, നിന്റെ അകത്ത് കിടക്കുന്ന പ്രവചനമാണ് പരിശുദ്ധാത്മാവ് നോക്കുന്നത്. അത് മാത്രമേ കർത്താവിന് നോക്കാൻ പ്രിയമുള്ളൂ. നിന്റെ പരിഭവങ്ങളും നിന്റെ വേദനകളും നിന്റെ കഷ്ടപ്പാടുകളും നിന്റെ ദുരിതങ്ങളൊക്കെ നോക്കാൻ കർത്താവിന് ഇഷ്ടമല്ല. നിന്റെ അകത്ത് കിടക്കുന്ന വിളിയാണ് പരിശുദ്ധാത്മാവ് നോക്കാൻ ആഗ്രഹിക്കുന്നത്. വിളിയുള്ളവനാണോ, കോളിംഗ് ഉള്ളവനാണോ, നീ ഒരു പ്രവചന തലത്തിൽ ഉപയോഗിക്കപ്പെടാൻ വാഞ്ചയുള്ള വ്യക്തിയാണോ, എന്നാൽ നിന്റെ പരിഭവങ്ങൾ തീരാൻ പോകുകയാണ്, നിന്റെ കഷ്ടതകൾ തീരാൻ പോകുകയാണ്, നിന്റെ ഞെരുക്കങ്ങൾ തീരാൻ പോകുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ ബോഡിയിലും നിന്റെ കുടുംബത്തിലും നിന്റെ ശുശ്രൂഷയിലും ബാധിച്ചിരിക്കുന്ന ചില വികലാംഗ അനുഭവത്തെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിയിട്ട് ഒരു ആത്മീയ നിറവിലേക്ക്, ആത്മീയ ഉത്തേജനത്തിലേക്ക്, ആത്മാഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കയറ്റാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. മോശ പരിഭവങ്ങൾ പറഞ്ഞു, കർത്താവ് അവൻ്റെ പരിഭവത്തെ നോക്കാതെ അവൻ്റെ പ്രവചനത്തെ നോക്കി. ഹല്ലേലൂയ. പ്രവചനം എന്നാൽ ബലഹീനതയുള്ളവനെ ബലവാനാക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ഒത്തിരി ബലഹീനതകളൊക്കെ നമുക്കുണ്ട് ദൈവദാസന്മാരെ, ഒത്തിരി പോരായ്മകളും ഹല്ലേലൂയ ഒത്തിരി ഇല്ലായ്മകളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മെ ഇതുവരെ നിർത്തിയത്, ഇതുവരെ നമ്മെ കൊണ്ടെത്തിച്ചത് ദൈവത്തിൻ്റെ പ്രവചനമാണ്. അതുകൊണ്ട് പ്രവചനത്തിന് വേണ്ടി കൊതിക്കണം, പ്രവചനങ്ങൾ നിങ്ങൾ പറയണം. പ്രൈസ് ഗോഡ്. തലമുറയും സഭയും ദേശത്തെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ അങ്ങ് ആത്മാഭിഷേകത്തോടെ അങ്ങ് പ്രവചിച്ചോളും. ആമേൻ. അപ്പൊ സ്നേഹത്തിലാണ് പ്രവചനം വരുന്നത്, ഉത്സാഹത്തിലാണ് പ്രവചനം വരുന്നത്, വാഞ്ച ഉള്ളവരുടെ അകത്തേക്കാണ് പ്രവചനങ്ങൾ പരിശുദ്ധാത്മാവ് വിടുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആത്മാഭിഷേകത്തോടെ പ്രവചിക്കണം, ഉത്സാഹത്തോടെ പ്രവചിക്കണം, സ്നേഹത്തിൽ പ്രവചിക്കണം, ആഗ്രഹിക്കുന്നവരായി പ്രവചിക്കണം. പ്രൈസ് ഗോഡ്. ആ നന്മകൾ വരാൻ പോകുന്നു, ആ നന്മകളിൽ നിറയാൻ പോകുന്നു എന്ന് ആത്മീയ മർമ്മത്തിൻ്റെ അകത്ത് നോക്കി, പ്രൈസ് ഗോഡ്, ആത്മാഭിഷേകത്തോടെ പ്രവചിച്ചു തുടങ്ങണം. ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ നോക്കി പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ ആ അഭിഷേകത്തോടെ പ്രവചിച്ചോണം. പ്രൈസ് ഗോഡ്. ഈ വീഡിയോ കാണുന്ന സ്തോത്രം, വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ആത്മീയ പ്രവചിക്കൽ തലം പരിശുദ്ധാത്മാവ് ഓപ്പൺ ആക്കിയാണ്. നിങ്ങളുടെ നാവ് അതിലേക്ക് ശക്തിപ്പെടട്ടെ, ശുശ്രൂഷകൾ അതിലേക്ക് ബലപ്പെടട്ടെ. നിങ്ങളുടെ തലമുറകൾ, കുടുംബങ്ങൾ, ജോലികളല്ല ആത്മാഭിഷേകത്തോടെ തന്നെ അനുഗ്രഹമായി മാറട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ഒരുമിച്ച് ഹല്ലേലൂയ, ഒരുമിച്ച് ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കഷ്ടതയോടെ, ഞെരുക്കത്തോടെ, ആമേൻ, ഇന്ന കാര്യം നടക്കണമെന്ന ആഗ്രഹത്തോടെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുടെ തടസ്സങ്ങളെല്ലാം എന്നേക്കുമായി മാറട്ടെ. അവരനുഭവിക്കുന്ന എല്ലാ ക്രൈസിസുകളും യേശുവിൻ്റെ നാമത്തിൽ വിടുവാൻ കൽപ്പിക്കുന്നു. എല്ലാ ദുഷ്ട പൈശാചിക ശക്തികളിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും അവരുടെ കുടുംബങ്ങൾ, സഭകൾ, ശുശ്രൂഷകൾ യേശുവിൻ്റെ നാമത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് സുരേഷ്, സോണിയ, മുരുകേശൻ, യേശുവിൻ്റെ നാമത്തിൽ വരെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരനുഭവിക്കുന്ന എല്ലാ ക്രൈസിസുകളും ഞെരുക്കങ്ങളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. കർത്താവെ, അനുജിത്തിനായി പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ജീസസ്. ഹാലൂയ. തൻ്റെ മകൻ്റെ മേലും യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ ദിവസം, ഈ നിമിഷം തന്നെ ദൈവം തൻ്റെ മക്കളുടെ മേൽ എന്താണോ കൊതിച്ചത് അത് യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ.
എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. എല്ലാ ഞെരുക്കങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അവരേറ്റവും അനുഗ്രഹമായി മാറട്ടെ, ഏറ്റവും നന്മയായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയ്ക്കും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മേലൊരു പ്രൊഫറ്റിക്കൽ തലം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ തുറക്കും. നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരത കൊണ്ടിരിക്കണം, സ്ഥിരതയായിരിക്കണം. ഹൃദയം ഉടഞ്ഞും തളർന്നും പോകരുത്. വിശ്വാസത്തിൽ, അഭിഷേകത്തിൽ, ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. വലിയ നന്മകളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.